ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം. ഇതിൽ നിത്യഫലം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ശുഭമുഹൂർത്തങ്ങളും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ലെന്നും ഓരോ ദിവസത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി 4 ഗ്രഹങ്ങൾ, ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്, 2.5 വർഷം. അത് കഴിഞ്ഞാൽ വ്യാഴം, പിന്നെ രാഹുകേതുക്കൾ. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ചിങ്ങമാസം പുലരുകയാണ്. 17/8/2025 ഞായറാഴ്ച, രവിവാരം. 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി. കർക്കിടമാസം 31-ാം തീയതി ശനിയാഴ്ച 47:39 വിനാഴിക ഉള്ളപ്പോൾ കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമം, ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ എത്തപ്പെടുന്നത്. ചിങ്ങം രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. മേടക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത്. ഈ മേടക്കൂറുകാർക്ക് ഈ ഒരു വർഷം, ഈ രാശി സംക്രമം കൊണ്ട് ഒരു വർഷം എപ്രകാരം ഫലങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. ചതുർഗ്രഹയോഗത്തെപ്പറ്റി ഓരോ മാസത്തിലെ ഭാഗ്യങ്ങളുള്ള സമയം പറഞ്ഞു. ഇത് പറയുന്നത് മേടക്കൂറുകാർക്ക് ഈ വർഷം എപ്രകാരമായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക 4 ഭാഗവും ചേരുന്നതാണ് മേടക്കൂറ്. ബ്രഹ്മാവാണ് ദേവത. പുല്ലിംഗരാശിയാണ്, അതായത് പുരുഷരാശിയാണ്. ക്രൂരരാശിയാണ് മേടം രാശി. രാത്രി രാശിയാണ്, ചരരാശിയാണ്. അതായത് ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. പൃഷ്ഠോദയ രാശിയാണ്, അതായത് ഒരു രാശി ഉദിക്കുന്നത് ശീർഷം കൊണ്ടും പൃഷ്ഠം കൊണ്ടും ഉദിക്കും. ഇതിൽ പൃഷ്ഠോദയ രാശിയാണ്. ദിക്ക് കിഴക്ക് ദിക്കിനെ പറ്റി പറയുന്നു. മേടം രാശിയുടെ അധിപനെന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വയെ കണ്ട് ഭിന്നിപ്പ്, പരിഹാസത്വം, മരണം, ക്ലേശമംഗതം, രാസവാദാദിയും തീയും മേധസ് എന്നിവ ഭൂമിജാലന. ഭൂമിജാലം എന്ന് പറഞ്ഞാൽ ചൊവ്വ. ഇതേ മേടം രാശി സൂര്യന് ഉച്ചരാശിയാണ്. ഇവർക്ക് ഈ ഒരു വർഷം ശനിയെ സംബന്ധിച്ച് 12-ലാണ് നിൽക്കുന്നത്. 7-2 ശനിയാണ്. പിന്നെ വ്യാഴത്തിന് 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലൊരു മാറ്റം ഉണ്ടാവും. ഇപ്പം നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ഇത് കഴിഞ്ഞ് 4-ാം ഭാവത്തിലേക്ക് പോകും. 4-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ അനുകൂല ഫലങ്ങളുണ്ടാകും, ഭാഗ്യങ്ങളുണ്ടാകും. അതോടൊപ്പം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലമുണ്ടാകും. പൊതുവിൽ ഈ നാളുകാർക്ക് ഈ വർഷം. പിന്നെ പുതിയ തൊഴിൽ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ ഫലമുണ്ടാകും. എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലൊക്കെ തടസ്സങ്ങളുണ്ടാകും. ഗൃഹത്തിങ്കൽ ഓഹരി സംബന്ധമായ കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്നാൽ അതിനൊക്കെ അനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകും. കുടുംബസ്വത്തൊക്കെ ലഭ്യമാകുവാനുള്ള യോഗമുണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വ്യവസായത്തിങ്കിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഇതുവരെ തടസ്സങ്ങളായിരുന്നു. ഇനിയും ഈ വരുന്ന സംക്രമഫലമായിട്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. പിന്നെ സ്നേഹിച്ചിരുന്ന ശത്രുക്കൾ അവിചാരിതമായി ചില നഷ്ടങ്ങളുണ്ടാവും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഈ നാളുകാരുടെ ഒരു പ്രത്യേകത, ഇവർ ഭയങ്കര ക്ഷമാശീലത. നഷ്ടങ്ങളെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് ഇവർ ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ ഇവർക്ക് ഉള്ളിലറിയാം, ശത്രുവിനെ ഉള്ളിലറിയാം. എന്നാലും ഇവർ ശത്രുവിനെ കാണുമ്പോൾ ശത്രുത പ്രകടിപ്പിക്കാറുമില്ല. അങ്ങനെയുണ്ട്. എന്നാൽ വാശിയുള്ള കൂട്ടത്തിലുവാ. കുടുംബത്തിന് വേണ്ടി എത്ര ത്യാഗം സഹിച്ചു കഴിഞ്ഞാലും അവരൊന്നും വലുതായിട്ട് ഇവരെ അംഗീകരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ചില വൈഷമ്യങ്ങൾ ഇവർ നേരിടാനുള്ള സാഹചര്യം ഇവർക്കുണ്ട് പൊതുവിൽ. അശ്വതി നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലാണ്. ഭരണി നക്ഷത്രം ജനിക്കുന്നത് ശുക്രദശയിലാണ്. കാർത്തിക നക്ഷത്രം ജനിക്കുന്നത് ആദിത്യദശയിലാണ്. അപ്പോൾ ഭരണിയുടെ നക്ഷത്രാധിപൻ കേതുവും ശുക്രനും, അശ്വതിയുടെ നക്ഷത്രാധിപൻ കേതുവും, കാർത്തികയുടെ നക്ഷത്രാധിപൻ ആദിത്യനുമാണ്. ഇപ്പോൾ പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും അസ്ഥിസംബന്ധമായ അസുഖങ്ങളുണ്ടാവാം. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരാം. ഇവർ ചെയ്യേണ്ടത് ഓരോ മാസവും വരുന്ന പക്കനാളിന്, എല്ലാ മാസവും വരും ഈ അശ്വതിയും ഭരണിയും കാർത്തികയും. ആ പക്കനാളിന് ദേവീക്ഷേത്രത്തിങ്കൽ
നിവേദ്യം ശ്രീസൂക്തം കണ്ട് പുഷ്പാഞ്ജലി, അതോടൊപ്പം 108 ഉരുവെങ്കിലും ഗായത്രി മന്ത്രം ചൊല്ലുക. ഛന്ദസ് തൊട്ടിട്ട് ഓം സത്യനാരായണ ഋഷി ദേവി ഗായത്രി ചിന്ത ഓം പരമാത്മാദേവത. ഇങ്ങനെ ഛന്ദസ് തൊട്ട ശേഷം ഓം ഭുവർഭുവസ്വ തക്സ വിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാൽ, ഇങ്ങനെയുള്ള ഗായത്രി മന്ത്രം ജപിക്കുന്നത് അനുകൂലമായിരിക്കും. ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 18ാമത്തെ സങ്കീർത്തനം ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ 2 മെഴുകുതിരി കത്തിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി, ഇതിൽ മഗ്രിബിൻ്റെ സമയത്ത് ഫാത്തിഹ ചൊല്ലുന്നതും ലുഹറിൻ്റെ സമയത്ത് 25ാമത്തെ ആയത്തോതുന്നതും അനുകൂലമായിരിക്കും. ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ, ഭരദേവതകൾ, മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.